പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അവൻ നമ്മെ താങ്ങുന്നു, സഹായിക്കുന്നു, സംരക്ഷിക്കുന്നു, ജീവിതത്തിനാവശ്യമായ എല്ലാ നന്മകളും നൽകുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ നല്ല ദിവസം ജീവിച്ച നമുക്ക് എല്ലാവരും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമായത്. കരുണക്കൊന്ത ചെല്ലുന്ന, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഒരുപാട് കരുണക്കൊന്തകളൊക്കെ ചൊല്ലിക്കൊണ്ടൊക്കെ ജീവിക്കുന്നൊരു ജീവിതമാണ് പലപ്പോഴും കത്തോലിക്ക ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഒരുപാട് നല്ലതാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ കരുണ കിട്ടുമോ? അതെന്താ കരുണക്കൊന്ത ചെയ്തില്ല, കരുണ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ തിരുവചനം കൃത്യമായി ധ്യാനിക്കണം കേട്ടോ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണയുണ്ടാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണയുണ്ടാകും. 100 കരുണക്കൊന്ത ചെല്ലും, പക്ഷേ പ്രവൃത്തിയിൽ ഒരു കാരുണ്യവും ഇല്ലെങ്കിലോ ഫലം കിട്ടുമോ? ഞാൻ 101 കരുണക്കൊന്ത ചൊല്ലി, ഞാൻ പറഞ്ഞല്ലോ, ആ ചെല്ലുന്നതിനൊന്നും ഞാൻ എതിരല്ല. ഒരു പരിശുദ്ധ കുർബാനയിൽ പോകുന്നതാണ് ആരാധനകളുടെ ആരാധനയായ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേകം കൊണ്ട് ഒരു ദിവസം മുഴുവനും വിശുദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും കഷ്ടതയിലും പരാതി പറയാതെ ജീവിക്കാനുള്ള വലിയ ഊർജം പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടും. പക്ഷെ ആ ഊർജം ഉപയോഗിക്കുന്നില്ലെങ്കിലോ അതൊരു വെറും യാത്രയും വെറും ഒരു സിനിമ കാണുന്നത് പോലെ പരിശുദ്ധ കുർബാന കാണുക എന്നുള്ളത് പാപകരമാണ് കേട്ടോ. അപ്പം നമ്മൾ കർത്താവ് തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു കടക്കാരന് മുതലാളി ഒത്തിരി ഇളച്ചു കൊടുത്തു. ആ കടക്കാരനോട് 100 ദിനാറ കടപ്പെട്ട മറ്റൊരുവനെ പിടിച്ച് പീഡിപ്പിച്ചു. അവസാനം ഭീകരമായ ശിക്ഷയിലേക്ക് ഈ ആദ്യത്തെ ആൾ വന്ന് പെട്ടു. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കാണിച്ചിട്ട് നീ എന്തുകൊണ്ട് സഹശുശ്രൂഷകനോട് കരുണ കാണിച്ചില്ല? അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏത് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് കരുണക്കൊന്ത ചെല്ലാം. പക്ഷെ ഞാൻ പറയുന്നു, ആത്മാക്കളുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ 100% പ്രതിഫലം കിട്ടും. ത്യാഗത്തോടു കൂടിയുള്ള കരുണക്കൊന്തയാണെങ്കിൽ, പരിശുദ്ധ കുർബാനയാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റേത് പ്രാർത്ഥനകളാണെങ്കിലും ഉറപ്പ് പ്രതിഫലം കിട്ടും. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങുമ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ഊർജം കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാതെ നിന്റെ കരുണക്കൊന്തയ്ക്ക് ഒരു വിലയില്ല. നാട്ടുകാർ കേൾക്കും, അതുകൊണ്ട് വലിയ പ്രാർത്ഥനക്കാരനാണ്. ആത്മാവില്ലാത്തൊരാത്മീയത ചുമക്കുന്നൊരു കാലഘട്ടമായത്. ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നു, മോശമല്ല. പക്ഷെ അവൻ്റെ പ്രവൃത്തിയിൽ യാതൊരു മാറ്റവുമില്ല. വീട് കിട്ടാൻ, ജോലി കിട്ടാൻ, മക്കളെ കിട്ടാൻ, കല്യാണം നടക്കാൻ, വീട് പണിയാൻ, കടം മാറാൻ ഒക്കെ പ്രാർത്ഥന. നല്ലതാണെന്നേ, ഉറപ്പായിട്ടും നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്ക്. നീ എളിയവരോട് കരുണ കാണിക്ക്, വലിയവനായ ദൈവം നിന്നോട് കരുണ കാണിക്കും. അത് നിൻ്റെ ഏത് നിയോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. പിന്നെ പലപ്പോഴും നമ്മളുടെ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കയില്ല ദൈവത്തിൻ്റെ ഇടപെടലുകൾ വരുന്നത്. എല്ലാത്തിനും സമയമുണ്ടെന്ന് സഭാപ്രസംഗി പറയുന്ന ആ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊള്ളുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ 9 മാസവും 9 ദിവസവും കഴിഞ്ഞാലേ അവൾ പ്രസവിക്കത്തുള്ളൂ. ഒരു മാവേൽ ഒരു ഉണ്ണിമാങ്ങ വിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ അതിൽ നിന്ന് ആ മാങ്ങ വിളഞ്ഞു കിട്ടുകയുള്ളൂ. ഒരു തെങ്ങും തൈ നട്ടാൽ 5 വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണ പഴയ കാലത്ത്
പഴയ തൈകൾക്ക് നാടൻ തൈകൾ വെച്ചാൽ 5 കൊല്ലം കഴിയണം. 4.5 കൊല്ലമെങ്കിലും കഴിയാതെ അതല്ലേ ചൊട്ട വരില്ല. ഇത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പം അതുകൊണ്ട് എപ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കാത്തിരുന്ന് മുഷിയാതെ കാത്തിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് ഒരു കരുണയുടെ ജീവിതം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവസ്നേഹം കൊണ്ട് നിറയും. അങ്ങനെ സമാധാനത്തിൻ്റെ ജീവിതം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്ന് പങ്കുവെച്ച് തരിക കേട്ടോ.